അധികം പണിയൊന്നുമില്ലാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹലോ, ഐ എം ഷബാന. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ സിമ്പിൾ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ, പിന്നെ വേണ്ടത് 2 സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുനുകുനാന്ന് കട്ട് ചെയ്യണം. പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളകും ഇതുപോലെ തന്നെ കുനുകുനാന്ന് അരിഞ്ഞതാണ്. പിന്നെ വേണ്ടത് ഒരു അരക്കപ്പോളം തേങ്ങ ചിരകിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഇത് തയ്യാറാക്കാൻ ഞാനിപ്പോൾ ഇവിടെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ചട്ടി ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഒന്നും കൂടെ ബെറ്റർ. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ 2 കഷ്ണം പട്ടയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 2-3 ഏലക്കയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമ്മളിത് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ വേറെ മസാലകളൊന്നും അങ്ങനെ കൂടുതൽ ആഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നോർമൽ വാട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ വരകൾ ഇടുകയാണെങ്കിൽ മുട്ടേൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല ഇറങ്ങും കേട്ടോ. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വഴറ്റുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം, പക്ഷെ ഞാൻ ഈ ഒരു സമയത്താണ് കേട്ടോ ചേർത്ത്. ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് ഒരു 5-6 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ച 1/2 കപ്പോളം തേങ്ങ പ്ലെയിൻ ആയിട്ട് തന്നെ മിക്സിയിൽ അരച്ചെടുത്തതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം അടിച്ചെടുത്താൽ മതി, വേറെ ഒന്നും ചേർക്കണ്ട. പിന്നെ നമുക്ക് കറിക്ക് വേണ്ട തിക്നെസ് അനുസരിച്ചിട്ട് തേങ്ങ അരച്ച ജാറിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്ത മുട്ട പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട്, നമ്മൾ നേരത്തെ കുറച്ചല്ലേ ചേർത്തുള്ളൂ, ഇനി അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഗരം മസാലയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇതിൽ കൂടാൻ പാടില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ഒന്ന് മാറും കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്താൽ പിന്നെ കൂടുതലൊന്നും തിളപ്പിക്കണ്ട. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മളെ അടിപൊളി സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എന്തിലേക്ക് വേണമെങ്കിലും, ചപ്പാത്തിയിൽ, ചോറിൽക്കും, എന്താ പറയുക, പത്തിരിയിൽക്കും എന്തിലേക്ക് വേണമെങ്കിലും ഇത് സൈഡായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Thanks for watching. See you again in another video.